നമസ്കാരം. ജില്ലാ വാർത്തകൾ. കർഷകരുടെ ആശങ്കകൾ പരിഹരിച്ച ശേഷം മാത്രമേ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുകയുള്ളൂവെന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പറയുന്നു. എന്നാൽ ഈ ആശങ്ക പരിഹരിക്കാൻ ഇരു സർക്കാരുകൾക്കും ഇതുവരെ ആയിട്ടുമില്ല. ഇതിനെതിരെ പശ്ചിമഘട്ട സംരക്ഷണ സമിതിയും താമരശ്ശേരി രൂപതയും കളക്ടറേറ്റ് മുൻപിൽ നടത്തുന്ന നിരാഹാര സമരം കൂടുതൽ ശക്തമാവുകയാണ്. ഇവർക്ക് ഐക്യദാർഢ്യവുമായി വീട്ടമ്മമാരും എത്തി. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. യുഡിഎഫിലെ ഐക്യമാണ് പിണറായി വിജയനെ ഉറക്കം കെടുത്തുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കസ്തൂരി രംഗന്റെ യുഡിഎഫിന് ആശങ്കയില്ലെന്നും മുഖ്യമന്ത്രി. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ടറേറ്റിന് മുൻപിൽ നടക്കുന്ന ഉപവാസ സമരം 4ാം ദിവസം പിന്നിട്ടു. പിന്തുണയുമായി വീട്ടമ്മമാരുടെ വിലാപയാത്ര. സാമുദായിക ആനുകൂല്യങ്ങൾ കൊണ്ടല്ല താൻ കെപിസിസി പ്രസിഡന്റായതെന്ന് വി.എം. സുധീരൻ. കോഴിക്കോട് വി.എം. സുധീരന് ഉജ്ജ്വല വരവേൽപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. യുഡിഎഫിലെ ഐക്യമാണ് പിണറായി വിജയന്റെ ഉറക്കം കെടുത്തുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കസ്തൂരി രംഗനിൽ യുഡിഎഫിന് ആശങ്കയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച യുഡിഎഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉറക്കം കെടുത്തുന്നതും ഈ സ്റ്റേജിലെ ഐക്യമാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച യുഡിഎഫ് ജില്ലാ കൺവെൻഷൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. കസ്തൂരി രംഗനിൽ യുഡിഎഫിന് ആശങ്കയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തിന് ആരും എതിരല്ല, പക്ഷേ അത് ജനപങ്കാളിത്തത്തോടു കൂടി വേണം. കേരളത്തിൽ അത് പ്രാവർത്തികമാക്കി തങ്ങൾ കാണിച്ചിട്ടുണ്ട്. ജനതാൽപര്യം പരിഗണിച്ചുകൊണ്ട് വനവും പരിസ്ഥിതിയും സംരക്ഷിക്കാനുള്ള അനുമതി കേരളത്തിന് നൽകണം. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ആശങ്കകൾ രാഷ്ട്രീയ നേട്ടത്തിനായി LDF മുതലെടുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാഷണൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കസ്തൂരി രംഗൻ റിപ്പോർട്ടാണ് താരതമ്യേന കർഷകർക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് പങ്കെടുക്കും. പക്ഷെ എന്നാലും അത് ചർച്ചയിലൂടെ അത് നടപ്പിലാക്കാം. KPCC പ്രസിഡന്റ് വി.എം. സുധീരൻ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, P.K. കുഞ്ഞാലിക്കുട്ടി, M.K. മുനീർ, വിദേശകാര്യ സഹമന്ത്രി E. അഹമ്മദ്, കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ, UDF സംസ്ഥാന കൺവീനർ P.P. തങ്കച്ചൻ, സോഷ്യലിസ്റ്റ് ജനതാ പ്രസിഡന്റ് MP. വീരേന്ദ്രകുമാർ, K. മുരളീധരൻ MLA, M.K. രാഘവൻ MP, M.I. ഷാനവാസ് MP, കേരള കോൺഗ്രസ് B ചെയർമാൻ R. ബാലകൃഷ്ണപിള്ള, കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ജോണി നെല്ലൂർ, C.P. ജോൺ എന്നിവർ പ്രസംഗിച്ചു. K.C. അബു, ഉമ്മർ പാണ്ടികശാല, ജോൺ പൂതക്കുഴി, മനേത്ത് ചന്ദ്രൻ, P.V. നവീന്ദ്രൻ, MP. ആന്റണി, മുരുകേശൻ പിള്ള, C.N. വിജയകൃഷ്ണൻ, അഡ്വക്കേറ്റ് P. ശങ്കരൻ, M.A. റസാഖ് മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. യുനെസ്കോയ്ക്ക് വേണ്ടിയോ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയോ മലയോര ജനതയെ അടിയറവ് വയ്ക്കുന്ന നിലപാടുകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് കോഴിക്കോട് രൂപത അധ്യക്ഷൻ ഫാദർ വർഗീസ് ചക്കാലക്കൽ. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മുൻപിൽ നടക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് പിന്തുണ അറിയിച്ച് നടത്തിയ വീട്ടമ്മമാരുടെ വിലാപ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ നടക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് പിന്തുണ അറിയിച്ച് വീട്ടമ്മമാരുടെ വിലാപ റാലി നടത്തി. ജില്ലയിലെ ESA പരിധിയിലുള്ള 9 വില്ലേജുകളിൽ നിന്നായി 20,000 വീട്ടമ്മമാരുടെ റാലിയും കൂട്ടധർണയുമാണ് നടന്നത്. ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട്
ഫാദർ അജി പുതിയപറമ്പിൽ, CN പുരുഷോത്തമൻ, ജോയി കണ്ണഞ്ചിറ, ബിജു കണ്ണന്തിറ, OD തോമസ് എന്നിവർ നടത്തുന്ന സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചാണ് യാത്ര നടത്തിയത്. ഹാരമണിയിക്കുകയാണ് നിമിഷം. ശ്രീ ജോയി കണ്ണഞ്ചിറയെ ആദരിക്കുന്നു. എരഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിച്ച വിലാപയാത്ര കോഴിക്കോട് രൂപത അധ്യക്ഷൻ ഫാദർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. യുനെസ്കോയ്ക്ക് വേണ്ടിയോ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയോ മലയോര ജനതയെ അടിയറവയ്ക്കുന്ന നിലപാടുകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ മലയോര മേഖലയിലെ പാവപ്പെട്ട ജനങ്ങളുടെ രോദനം, വിലാപം നിങ്ങൾ കേൾക്കണമെന്നുള്ളതാണ്. യുനെസ്കോയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ടോ ഈ 25 ലക്ഷം വരുന്ന ജനങ്ങളെ അടിയറവയ്ക്കാനായി ഈ രാജ്യത്തിനൊരു ഭരണാധികാരിയും ശ്രമിക്കരുതെന്ന് നമ്മളെല്ലാവരും അറിയേണ്ടത് ആവശ്യപ്പെടുകയാണ്. സമരസമിതി ചെയർമാൻ ആന്റണി കൊഴുവനാൽ അധ്യക്ഷത വഹിച്ചു. ചീഫ് വിപ്പ് PC ജോർജ് മുഖ്യപ്രസംഗം നടത്തി. MLA-മാരായ എളമരം കരീം, EK വിജയൻ, CK നാണു, പുരുഷൻ കടലുണ്ടി എന്നിവരും ഫ്രാൻസിസ് ജോർജ്, താമരശ്ശേരി രൂപതാ വികാരി മാത്യു മാവേലി എന്നിവരും സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ നടപ്പിലായാൽ മലയോര മേഖലയിലെ 1 കോടി ജനങ്ങൾ വെള്ളത്തിലാവുമെന്ന് ചീഫ് വിപ്പ് PC ജോർജ്. ഈ റിപ്പോർട്ടിനോട് യോജിക്കാൻ സാധിക്കില്ല. കപട പരിസ്ഥിതിവാദികളാണ് ഇന്നുള്ളതെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റ് മുൻപിൽ നടക്കുന്ന അനിശ്ചിതകാല ഉപവാസ സമരത്തിന്റെ 4 ദിനത്തിൽ നടന്ന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇവരൊക്കെ കോടാനുകോടി രൂപ നമ്മളെ കർഷകരെ വിറ്റുണ്ടാക്കുന്ന കസ്ബല കൂട്ടങ്ങളുടെ ഭാഗമാണ് ഈ പരിസ്ഥിതിവാദികൾ, കപട പരിസ്ഥിതിവാദികൾ എന്ന് നിങ്ങൾ അറിയണം. EFL നിയമവും മാറ്റണം എന്ന് ശക്തമായ തീരുമാനം നിങ്ങൾ ജനസംരക്ഷണ സമിതി സ്വീകരിക്കണം. കേരളത്തിൽ മുഴുവൻ അതിനുള്ള നടപടി ഉണ്ടാവണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. 1 കോടി ആളുകളെ വെള്ളത്തിലാക്കുന്ന നിയമമാണിത്. ഈ നിയമത്തോട് യോജിക്കാൻ കഴിയില്ല. സർവശക്തി ഉപയോഗിച്ചതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മുമ്പോട്ട് വന്ന അഭിയന്തരായ പിതാക്കന്മാരെയും വികാരി ജനറൽമാരെയും വളരെ ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുന്നു. അവരോടൊപ്പം നിന്നുകൊണ്ട് ഇവിടെ സമര രംഗത്തിറങ്ങിയിരിക്കുന്ന സമര സഖാക്കൾ ജോയി കണ്ണഞ്ചിറയും ഫാദർ അജി അച്ഛനും OD തോമസും CN പുരുഷോത്തമനും ബിജു കണ്ണന്തറും ഉൾപ്പെടെയുള്ളവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അവരുടെ സമരത്തിന് പിന്തുണയുമായി കടന്നു വന്നിരിക്കുന്ന എന്റെ നല്ലവരായ സഹോദരിമാർ, അമ്മമാർ, അവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഇവിടെ എത്തിയ പൊതുപ്രവർത്തകർ, MLA-മാരും. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഗവൺമെന്റ് ഒന്നുകൂടി ആലോചിച്ച് ന്യായമായ തീരുമാനമെടുക്കണമെന്ന് JSS സംസ്ഥാന അധ്യക്ഷ KR ഗൗരിയമ്മ. ആദിവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സാമ്പത്തിക നയം നമുക്കില്ല. ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന കാര്യത്തിൽ താൻ ഇന്നും ഉറച്ചു നിൽക്കുന്നതായും KR ഗൗരിയമ്മ പറഞ്ഞു. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ നടന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ സമരഭടന്മാരെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ഗവൺമെന്റ് കൂടി ഒന്ന് ആലോചിക്കണം, ആലോചിച്ച് ന്യായമായ തീരുമാനം കൊടുക്കണം. അതേ ഞങ്ങൾ അല്ല ആദിവാസികളെന്ന് ഞാനീ പറയുന്നത് ആദിവാസികൾ താമസിച്ചിരുന്ന ഭൂമി അവർക്ക് കൊടുക്കണം എന്നുള്ളതിന് ഞാൻ ഉറച്ചു നിന്ന ആളാണ്. എന്താണെന്ന് വെച്ചാൽ തീരപ്പാവപ്പെട്ട വരുമ്പോഴൊരു ഘട്ടം അവർക്ക് കൊടുക്കണം. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടും വരുന്ന കാലങ്ങളിൽ നമ്മളുടെ രാജ്യത്തെ സ്ഥിതി എന്താ, പിന്നെയും കൈവിട്ടു പോകും. കൈവിട്ട് പോകും. പാവപ്പെട്ട അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്താൽ അവരെ സ്ഥിരമായിട്ട് അവിടെ ഇരിക്കുന്നതായിട്ടുള്ളൊരു സാമ്പത്തിക നയമില്ല നമുക്ക്. അപ്പം പിന്നെ പോകുന്ന ആളുകളെ രക്ഷിക്കരുതെന്ന് പറയാൻ പറ്റുമോ? 10 പ്രാവശ്യം വിറ്റുപോയാൽ എന്ത് ചെയ്യോ? അതാണ്. സാമുദായിക ആനുകൂല്യങ്ങൾ കൊണ്ടല്ല താൻ KPCC പ്രസിഡന്റായതെന്ന് VM സുധീരൻ. KPCC പ്രസിഡന്റായതിനു ശേഷം കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം.
KPCC പ്രസിഡന്റ് VM സുധീരന് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. DCC ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. സാമുദായിക ആനുകൂല്യങ്ങൾ കൊണ്ടല്ല താൻ KPCC പ്രസിഡന്റായതെന്നും KPCC പ്രസിഡന്റാവുന്നതിന് എതിർത്ത പലരും എന്റെ അഭ്യുദയകാംക്ഷികളായി വരുന്നുണ്ടെന്നും VM സുധീരൻ സ്വീകരണത്തിന് ശേഷം നൽകിയ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു വ്യക്തിയുടെ കമന്റ് കണ്ടു, VM സുധീരൻ KPCC പ്രസിഡന്റായത് സംവരണത്തിന്റെ ആനുകൂല്യം പറ്റിയിട്ടാണെന്ന്. ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് ഈ ആനുകൂല്യം എനിക്ക് കിട്ടുന്നത്, അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക പരിഗണനയുടെ അടിസ്ഥാനത്തില്ല. ആരെങ്കിലും ശ്രമിച്ചതുകൊണ്ടല്ല. എന്നാൽ വേറൊരു കാര്യം ഞാൻ പുറത്തു പറയാൻ മടിക്കുന്നില്ല. എന്നെ ആക്കരുത്, എന്റെ പേരിങ്ങനെ മാധ്യമങ്ങളിൽ വന്നപ്പോൾ എന്നെ ആക്കരുത് എന്ന് ശക്തിയായ നിലപാട് സ്വീകരിച്ച പലരും ഉണ്ടായിരുന്നു. അത് അവരുടെ പേരൊന്നും ഞാൻ പറയില്ല, ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ പലരും ഇപ്പോൾ എൻ്റെ അഭ്യുദയകാംക്ഷികളായിട്ട് വരുന്നുണ്ട് എന്ന് സ്നേഹത്തോടു കൂടി ഞാൻ കാണുന്നുണ്ട്. എനിക്ക് സന്തോഷമാണ്. ഞാൻ അതിനെ കുറച്ച് കാണുന്നില്ല. പക്ഷേ ഇല്ലാത്ത ബഹുമതി എന്നിൽ കെട്ടിയേൽപ്പിക്കരുത്. സംവരണത്തിന്റെ ആനുകൂല്യം എന്നുള്ള ബഹുമതി ദയവായി എന്നിൽ കെട്ടിവെക്കരുത്. ഞാൻ VM സുധീരൻ ആദ്യം മുതൽ ഇന്നുവരെ എന്നും അടിമുടി കോൺഗ്രസ്സുകാരനാണ്. മഹത്തായ കോൺഗ്രസ്സാണ് എന്റെ അമ്മ. NP മൊയ്തീൻ, MK രാഘവൻ MP, MT പത്മ, അഡ്വക്കേറ്റ് T സിദ്ദീഖ്, KP അനിൽകുമാർ, N സുബ്രഹ്മണ്യൻ, ആയിഷക്കുട്ടി ടീച്ചർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂടി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. മൈൻഡ് ഡയമണ്ട്സ് ഫ്രം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ ടൂറിസത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിവിധ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ടൂറിസം മന്ത്രി AP അനിൽകുമാർ. കോഴിക്കോട് സൗത്ത് ബീച്ച് സൗന്ദര്യവൽക്കരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാറിലെ പുരാതന തുറമുഖ നഗരമായ കോഴിക്കോട് സാമൂതിരി രാജ്യത്തിന്റെ തലസ്ഥാനവും ചരിത്രപ്രധാനമായ കച്ചവട കേന്ദ്രവുമായിരുന്നു. വാസ്കോഡ് ഗാമ സുഗന്ധദ്രവ്യങ്ങൾ തേടിയുള്ള തന്റെ യാത്ര അവസാനിപ്പിച്ചത് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ്. വിശാലമായ കടൽത്തീരവും അതിന് കിഴക്ക് സമാന്തരമായ ഇടതൂർന്നതും പച്ചപ്പും ചരിത്രപ്രധാനമായ സ്ഥലങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം വിനോദസഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്നുണ്ട്. നേരത്തെ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ കോഴിക്കോട് നോർത്ത് ബീച്ചിലാണ് വിനോദസഞ്ചാരികൾ ഇപ്പോൾ ഒത്തുകൂടുന്നത്. അനിയന്ത്രിതമായ ആൾക്കൂട്ടത്തിന് ഇത് കാരണമാകുന്നു. വർദ്ധിച്ചുവരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കണക്കിലെടുത്താണ് കോഴിക്കോട് സൗത്ത് ബീച്ചിന്റെ സമഗ്ര വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി 385.50 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രവൃത്തികളുടെ ഉദ്ഘാടനം ടൂറിസം മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. കേരളത്തിലെ ടൂറിസത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിവിധ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. മലബാറിന് പ്രത്യേകിച്ച് കോഴിക്കോടിന് പ്രത്യേക പരിഗണന നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബീച്ച് സൗന്ദര്യവൽക്കരണത്തിനും മിഠായിത്തെരുവ് നവീകരണത്തിനും പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോടിന്റെ വികസനത്തിൽ കോഴിക്കോടിനോടുള്ള താല്പര്യം, അതോടൊപ്പം തന്നെ ബഹുമാനായ മുനിൽ സാഹിബിനോടുള്ള സ്നേഹബന്ധം ഒരുമിച്ച് വെച്ച് പറയട്ടെ. ഇവിടെ ടൂറിസം വികസന രംഗത്ത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യുന്നതിനുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള ചുറ്റുമതിലിന്റെ നവീകരണം, പുതിയ ചുറ്റുമതിലിന്റെ നിർമ്മാണം, പവലിയൻ, റെയിൻ ഷെൽട്ടർ, ലാൻഡ്സ്കേപ്പിംഗ്, നടപ്പാതകൾ, കുട്ടികളുടെ കളിസ്ഥലം, ശുദ്ധജല വിതരണ സംവിധാനം, പ്രവേശന കവാടം തുടങ്ങിയ പ്രവൃത്തികളാണ് നടക്കുന്നത്. ചടങ്ങിൽ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ അധ്യക്ഷം വഹിച്ചു. MK രാഘവൻ MP മുഖ്യ പ്രഭാഷണം നടത്തി. കൌൺസിലർമാരായ പറ്റങ്ങാടി കിഷൻചന്ദ്, KP അബ്ദുള്ള കോയ, KSTDP ചെയർമാൻ K മൊയ്തീൻ കോയ, CDA ചെയർമാൻ NC അബൂബക്കർ, ടൂറിസം ജോയിന്റ് ഡയറക്ടർ MV കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് PM നിയാസ്, KP രാജൻ, CP ഹമീദ്, മുരുകേശൻ പിള്ള, സലീം കോട്ടൂളി, PG രാജീവ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
മുന്നണി പ്രവേശനം ഇനിയും വൈകിയാൽ ഇടതുമുന്നണിയുമായുള്ള സഹകരണം പുനഃപരിശോധിക്കുമെന്ന് INL. വരുന്ന സംസ്ഥാന കൗൺസിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും INL നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് മാർച്ച് 4 നടക്കുന്ന പിന്നോക്ക ന്യൂനപക്ഷ രാഷ്ട്രീയ സമ്മേളനത്തിന്റെയും ദേശീയ സെമിനാറിന്റെയും വിശദാംശങ്ങൾ വിവരിക്കുകയായിരുന്നു അവർ. അധികാര പങ്കാളിത്തത്തിന് വേണ്ടിയല്ല, സീറ്റുകൾക്ക് വേണ്ടിയുമല്ല, പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മാന്യമായ ഒരു അംഗീകാരം എന്ന നിലയിലാണ് മുന്നണി പ്രവേശനത്തിന് പാർട്ടി ആവശ്യപ്പെടുന്നത്. മുന്നണി പ്രവേശനം എന്ന പാർട്ടിയുടെ ദീർഘകാലത്തെ ഈ ആവശ്യം നിരാകരിക്കപ്പെടുകയാണെങ്കിൽ, അവഗണിക്കപ്പെടുകയാണെങ്കിൽ ഉചിതമായ തീരുമാനം തീർച്ചയായും INL എടുക്കും. അത് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ വിശദമായ ചർച്ചയ്ക്ക് ശേഷം കൗൺസിലിന്റെ സമാപനത്തിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്യും. ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മതനിരപേക്ഷ കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ ലീഗ് അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി മാർച്ച് 4 കോഴിക്കോട് INL സംസ്ഥാന കമ്മിറ്റി പിന്നോക്ക ന്യൂനപക്ഷ രാഷ്ട്രീയ സമ്മേളനവും ദേശീയ സെമിനാറും നടത്തുന്നു. അരടത്തുപാലം കോൺഫിഡന്റ് ഗ്രൂപ്പ് മൈതാനത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന മെഹബൂബെ മില്ലത്ത് ദേശീയ സെമിനാർ INL അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PC കുര്യൻ ഉദ്ഘാടനം ചെയ്യുമെന്നും INL ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആം ആദ്മി പാർട്ടി മുന്നണിയുണ്ടാക്കാൻ ഒരുക്കമല്ലെന്നും ആവശ്യമുള്ളവർക്ക് വന്ന് ലയിക്കാമെന്നും സാഹിത്യകാരി സാറ ജോസഫ് പറഞ്ഞു. ആം ആദ്മി പാർട്ടി കേരളത്തെ മാറ്റുമോ എന്ന വിഷയത്തിൽ പരിവർത്തനം സംഘടിപ്പിച്ച ജനസഭയിൽ സംസാരിക്കുകയായിരുന്നു അവർ. മറ്റു പാർട്ടികളുമായി ചേർന്ന് ആം ആദ്മി പാർട്ടി മുന്നണിയുണ്ടാക്കില്ലെന്ന് പ്രമുഖ എഴുത്തുകാരിയും ആം ആദ്മി നേതാവുമായ പ്രൊഫസർ സാറ ജോസഫ് പറഞ്ഞു. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ആം ആദ്മി പാർട്ടി സംഘടിപ്പിച്ച ആം ആദ്മി കേരളത്തെ മാറ്റുമോ എന്ന ജനസഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ജനകീയ സമരങ്ങളെ ആം ആദ്മി പാർട്ടി ഉൾക്കൊള്ളുന്നില്ലെന്ന ആക്ഷേപം തെറ്റാണെന്നതിന് തെളിവാണ് മേധാ പട്കറും കൂടംകുളം സമരനായകൻ ഉദയകുമാറുമൊക്കെ ഈ പാർട്ടിയിൽ അണിനിരക്കാൻ തയ്യാറായത്. കേരളത്തിൽ എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഈ പാർട്ടിക്കൊപ്പമുണ്ട്. മുഖ്യധാര പാർട്ടികളുടെ പിന്തുണയില്ലാതെയാണ് ജനകീയ സമരങ്ങൾ നടക്കുന്നത്. എന്നാൽ ഈ സമരങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവർ ആം ആദ്മി പാർട്ടിയിൽ ലയിക്കണമെന്നാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും മറ്റ് പാർട്ടിക്കൊപ്പം ചേർന്ന് മുന്നണിയാവാനില്ലെന്നും സാറ ജോസഫ് വ്യക്തമാക്കി. എൻഡോസൾഫാൻ വിരുദ്ധ സമരസമിതി നേതാവ് കുഞ്ഞികൃഷ്ണൻ, RMP സംസ്ഥാന കമ്മിറ്റി അംഗം KS ഹരിഹരൻ, AAP സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഹരിലാൽ, ക്യാമ്പയിൻ കമ്മിറ്റി അംഗം രമേഷ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം സജി കള്ളിക്കാട് എന്നിവർ ജനസഭയിൽ പങ്കെടുത്തു. ആം ആദ്മി പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ജനോപകാര പദ്ധതികളുടെ നടത്തിപ്പിനായി രൂപവൽക്കരിച്ച സ്വരാജ് എന്ന സന്നദ്ധ സംഘടനയുടെ ലോഗോ പ്രകാശനവും സാറ ജോസഫ് നിർവഹിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയാണ് സാറ ജോസഫ്. ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഹരിലാൽ, ഷെറിൻ പോൾസൺ, മുഹമ്മദ് ഷാഹിദ്, ഷാജി സുന്ദർ, സുപ്രിയ റാണി, സഹിർ അലി, മുഹമ്മദ് അഷ്റഫ്, മുഹമ്മദ് ജാസിർ, ജിൻഡോ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൽ 2014 ഭരണഭാഷാ വർഷാചരണമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. വൈദ്യുതി ഭവനിൽ സംഘടിപ്പിച്ച സമ്മേളനം കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. ഭരണഭാഷ പൂർണ്ണമായും മലയാളമാക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൽ ഭരണഭാഷാ വർഷാചരണമായി ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ഇലക്ട്രിക്കൽ സർക്കിളിന്റെ ഭൂപരിധിയിലുള്ള വിവിധ ഓഫീസുകളിലെ ജീവനക്കാർക്കിടയിൽ നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും സാംസ്കാരിക സമ്മേളനവും കോഴിക്കോട് വൈദ്യുതി ഭവനിൽ നടന്നു. ഭരണത്തിലും പഠനത്തിലും കോടതിയിലും ഒക്കെ മലയാള ഭാഷയ്ക്ക് പുരോഗതിയാണോ ഉണ്ടായത് അതോ അധോഗതിയാണോ ഉണ്ടായത് എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ് വൈദ്യുത ഭവനിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ബന്ധപ്പെടൽ ഞാനുമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. ഈ ഭാഷയെ സംരക്ഷിക്കണം. എന്തിനാണ് സംരക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്? ഈ ഭാഷയിൽ ഒരുപാട് അറിവുകളുണ്ട്, ഒരുപാട് വൈദ്യ വിവരങ്ങളുണ്ട്, ഒരുപാട് ചൊല്ലുകളുണ്ട്, ഒരുപാട് കവിതകളുണ്ട്, നാടൻ പാട്ടുകളുണ്ട്, ഒരുപാട് വാതിലുകൾ തുറക്കാനുണ്ട്, അറിവിന്റെ വാതിലുകൾ തുറക്കാനുണ്ട്. കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. ചീഫ് എഞ്ചിനീയർ ആനി ഫിലിപ്പ് അധ്യക്ഷം വഹിച്ചു. സംഘാടക സമിതി ചെയർമാനും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുമായ KS സുരേഷ് ബാബു, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് KT രാധാകൃഷ്ണൻ, ചീഫ് എഞ്ചിനീയർ ആനി ഫിലിപ്പ്, G രാധാകൃഷ്ണൻ, മണലിൽ മോഹനൻ എന്നിവർ സംസാരിച്ചു. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ദേശീയ ശാസ്ത്രദിനം ആഘോഷിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം VSSC പ്രൊജക്ട് ഡയറക്ടർ NR വിഷ്ണുകർത്ത നിർവഹിച്ചു. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി എല്ലാ വർഷവും ആചരിച്ചു വരികയാണ്. 1928 ഫെബ്രുവരി 28 സർ CV രാമൻ പ്രസിദ്ധമായ രാമൻ പ്രഭാവം എന്ന കണ്ടുപിടുത്തം നടത്തിയത്. 1930 അദ്ദേഹത്തിന് ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനവും ലഭിക്കുകയുണ്ടായി.
രാമൻ പ്രഭാവം എന്ന കണ്ടുപിടുത്തം നടത്തിയതിന്റെ സ്മരണയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് 1996 ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി പ്രഖ്യാപിച്ചു. തുടർന്ന് എല്ലാ വർഷവും ഈ ദിനം വിവിധ പരിപാടികളോടെ ശാസ്ത്രദിനമായി ഭാരതത്തിൽ ആചരിച്ചു വരികയാണ്. ശാസ്ത്രാവബോധം പരിപോഷിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ ദേശീയ ശാസ്ത്രദിനത്തിന്റെ മുഖ്യ വിഷയം. ശാസ്ത്രദിനത്തോടനുബന്ധിച്ച് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ സെമിനാർ നടത്തി. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ പ്രൊജക്ട് ഡയറക്ടർ NR വിഷ്ണുകർത്ത ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ അഭിമാനമായ മംഗൾയാൻ ബഹിരാകാശ പേടകത്തെക്കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുത്തു. റഷ്യ, അമേരിക്ക, ചൈന, ജപ്പാൻ, US ഈ D5 വിട്ടതോടുകൂടി നമ്മൾ ആ ഒരു പൊസിഷൻ കിട്ടി. നമുക്ക് സാറ്റലൈറ്റ് വിടാൻ പറ്റും. ഇന്ത്യൻ ഉപഗ്രഹങ്ങളെക്കുറിച്ചും വിക്ഷേപണത്തിന്റെ ശാസ്ത്രവശങ്ങളെപ്പറ്റിയും അദ്ദേഹം വിദ്യാർത്ഥികളോട് പങ്കുവച്ചു. ഡോക്ടർ കെ നിർമ്മൽ ബാബു അധ്യക്ഷം വഹിച്ചു. മേഖലാ ശാസ്ത്ര കേന്ദ്രം പ്രൊജക്ട് കോർഡിനേറ്റർ BS രാമചന്ദ്രൻ, പ്രൊഫസർ PN വിജയൻ, KM സുനിൽ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ജുഗൽ ബന്ദി. ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ കോട്ടൺ ഉത്സവം. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് ശ്രേണികൾ. രജപുത്രാഞ്ജന, മ്യൂറൽ റോയാൽ, മുഗൾ ആസം, ദക്ഷിൺ ആൻഡ് ഡെക്കാൻ തുടങ്ങി ഏറ്റവും പുതിയ കോട്ടൺ സാരി കളക്ഷനുകൾ. ഒപ്പം റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയലുകൾ, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ പുത്തൻ കോട്ടൺ ശ്രേണികളും. കല്യാൺ സിൽക്സ് കോട്ടൺ ജുഗൽ ബന്ദി. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ദേശീയ ശാസ്ത്രദിനത്തിൽ ശാസ്ത്ര ക്വിസും വിജ്ഞാന പാർലമെന്റും നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ A. അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ശാസ്ത്രദിനത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ടൗൺ ഹാളിൽ ശാസ്ത്ര ക്വിസും വിജ്ഞാന പാർലമെന്റും നടത്തി. ഹൈസ്കൂൾ വിഭാഗത്തിൽ GVHSS കൊയിലാണ്ടി, വിജയ HSS പുൽപ്പള്ളി, സിൽവർ ഹിൽസ് HSS എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. UP വിഭാഗത്തിൽ GUPS നാദാപുരം, GUPS രാമനാട്ടുകര, GUPS തൃക്കുറ്റിശ്ശേരി എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ഡോക്ടർ A. അച്യുതൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ K. ശ്രീധരൻ, പ്രൊഫസർ K. പാപ്പുട്ടി, E. രാജൻ, ലാംബർട്ട് ജോസഫ്, K. പ്രഭാകരൻ, MPC നമ്പ്യാർ എന്നിവർ ക്വിസിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന വിജ്ഞാന പാർലമെന്റിൽ പ്രൊഫസർ പാപ്പുട്ടി, ഡോക്ടർ ഹരികുമാരൻ തമ്പി, PK ബാലകൃഷ്ണൻ, TP ദാമോദരൻ എന്നിവർ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. വൈകിട്ട് നടന്ന ജനകീയ സംവാദത്തിൽ ഡോക്ടർ K. അച്യുതൻ, ഡോക്ടർ KN ഗണേഷ്, ഡോക്ടർ KP അരവിന്ദൻ എന്നിവർ പങ്കെടുത്തു. ഇവിടെ കുറേ ആമമക്കളും മുട്ടകളും ഒക്കെ ഉണ്ട്. ആമമക്കൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ചിത്രമൊക്കെ ഉണ്ടായിരുന്നു. പ്രകൃതിയോട് ഇണങ്ങുന്ന 12 മീറ്റർ നീളമുള്ള സ്ഥലം എവിടെയാ? പയ്യോളി കുളവിന് സംഘടനയുടെ പേരായിരുന്നു ചോദ്യം. തീരം പ്രകൃതി സംരക്ഷണ സമിതി. അഖിലേന്ത്യാ ഫയർ സർവീസ് ഷട്ടിൽ ടൂർണമെന്റിൽ തലശ്ശേരി മേഖല ചാമ്പ്യന്മാരായി. കോഴിക്കോട് പോലീസ് ക്ലബ് ഇൻഡോർ കോർട്ടിൽ നടന്ന ടൂർണമെന്റ് അസിസ്റ്റന്റ് ഡിവിഷണൽ ഓഫീസർ അരുൺ ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ഫയർ സർവീസ് കായികമേളയുടെ ഭാഗമായി നടന്ന കോഴിക്കോട് മേഖലാതല ഷട്ടിൽ ടൂർണമെന്റിൽ തലശ്ശേരി അഗ്നിരക്ഷാ നിലയം ചാമ്പ്യന്മാരായി. മീഞ്ചന്ത നിലയമാണ് റണ്ണറപ്പ്. കോഴിക്കോട് പോലീസ് ക്ലബ് ഇൻഡോർ കോർട്ടിൽ നടന്ന ടൂർണമെന്റ് അസിസ്റ്റന്റ് ഡിവിഷണൽ ഓഫീസർ അരുൺ ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പ്യൻ ദിജു സമ്മാനദാനം നിർവഹിച്ചു. ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ P. സതീഷ് സ്വാഗതം പറഞ്ഞു. കേരള ഫയർ സർവീസ് അസോസിയേഷൻ ഉത്തരമേഖലാ പ്രസിഡന്റ് TB ബേബി, കൽപ്പറ്റ നിലയ തലവൻ ജോമി, MK പ്രമോദ് കുമാർ എന്നിവർ സംബന്ധിച്ചു. ബിസിനസ് വാർത്തകൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 111ാം ഷോറൂം അബുദാബിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 111ാമത് ഷോറൂം അബുദാബി മുസാഫയിലെ ക്യാപിറ്റൽ മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം ശ്രിയ സരണിന്റെ സാന്നിധ്യത്തിൽ ദുൽഖർ സൽമാൻ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ MP ഷംലാൽ അഹമ്മദ്, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP അബ്ദുൽ സലാം, കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK ഫൈസൽ, പോൾ നൈനാൻ, മറ്റു ഡയറക്ടർമാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ അബുദാബിയിലെ 4ാമത്തെ ഷോറൂമായ ഇവിടെ ഇന്റർനാഷണൽ ക്ലാസിക് കളക്ഷനുകൾ, കണ്ടംപററി ആൻഡ് ക്വാളിറ്റി ആഭരണങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരമൊരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ അതിശയകരമായ ഓഫറുകളുമുണ്ട്. അറിയിപ്പ്. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി മലബാർ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ മാർച്ച് 8-ന് സ്ത്രീകൾക്കായി സൗജന്യ പരിശോധന സംഘടിപ്പിക്കുന്നു. മനഃശാസ്ത്ര വിഭാഗം ഡോക്ടർമാർ സ്ത്രീകളെ സൗജന്യമായി പരിശോധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 7561010101 എന്ന നമ്പറുമായി ബന്ധപ്പെടുക.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF-ലെ ഐക്യമാണ് പിണറായി വിജയനെ ഉറക്കം കെടുത്തുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കസ്തൂരി രംഗിന്റെ UDF-ന് ആശങ്കയില്ലെന്നും മുഖ്യമന്ത്രി. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ടറേറ്റിന് മുൻപിൽ നടക്കുന്ന ഉപവാസ സമരം 4ാം ദിവസം പിന്നിട്ടു. പിന്തുണയുമായി വീട്ടമ്മമാരുടെ വിലാപയാത്ര. സാമുദായിക ആനുകൂല്യങ്ങൾ കൊണ്ടല്ല താൻ KPCC പ്രസിഡന്റായതെന്ന് VM സുധീരൻ. കോഴിക്കോട് VM സുധീരന് ഉജ്ജ്വല വരവേൽപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.